കഥയെ ആരംഭിക്കുന്നത് റഹ്മത്ത് അലി എന്നൊരു വ്യക്തിയെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ബോട്ടുകൾ നിർമ്മിക്കുന്ന ജോലിയാണ് അയാൾക്കുള്ളത്. ജോലി കഴിഞ്ഞ് വരുമ്പോ പലപ്പോഴും റഹ്മത്ത് അലി ഒരുപാട് വൈകാറുണ്ട്. അന്നും പതിവ് പോലെ ജോലി കഴിഞ്ഞ് തന്റെ തോണിയും തുടഞ്ഞ് അയാൾ വീടിന്റെ ഭാഗത്തേക്കെത്തി. വീട്ടിൽ അയാളുടെ ഭാര്യയും 7 വയസ്സുകാരനായ മകൻ ഹാമിദും റഹ്മത്ത് അലിയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. റഹ്മത്ത് അലി വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വഴിയിൽ വെച്ച് CRPF ജവാന്മാർ അദ്ദേഹത്തെ തടഞ്ഞു. ഇത്രയും രാത്രിയിൽ എവിടെ നിന്നാ നീ വരുന്നത്, എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന തരത്തിൽ സംശയത്തോടെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവർ അയാളെ പരിശോധിക്കാനും ആരംഭിച്ചു. റഹ്മത്ത് വല്ലാതെ ഭയപ്പെട്ടിരുന്നു. പ്രത്യേകിച്ചൊന്നും റഹ്മത്ത് അലിയിൽ നിന്നും കണ്ടെത്തിയില്ല. എന്നാലും അയാളുടെ ഉള്ളിൽ ഭയം കനത്തു നിന്നു. ചോദ്യം ചെയ്യലിന് ശേഷം ജവാന്മാർ അയാളെ വിട്ടയച്ചു. വീട്ടിലെത്തിയ അദ്ദേഹത്തോട് മകൻ ഹാമിദ് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എന്താ അബ്ബു വൈകിയത് എന്ന മട്ടിലായിരുന്നു ആദ്യത്തെ ചോദ്യങ്ങൾ. പിന്നാലെ എന്റെ റിമോട്ടിനുള്ള സെൽ കൊണ്ടുവന്നോ എന്നവൻ തിരക്കി. അന്നാണെങ്കിൽ ഒരു ക്രിക്കറ്റ് മാച്ചും ഉണ്ടായിരുന്നു. ഞാൻ ദാ ഇപ്പോ തന്നെ പോയി വാങ്ങിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞ റഹ്മത്ത് അലി പുറത്തേക്കിറങ്ങാൻ തയ്യാറായി. അങ്ങോട്ടേക്ക് വന്നിരുന്ന ഭാര്യ പകുതി നെയ്ത സ്വെറ്റർ അദ്ദേഹത്തിന്റെ ദേഹത്ത് വെച്ചു നോക്കി ഒന്ന് അളവെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ രാത്രിയിൽ അത് വാങ്ങാൻ ഫാക്ടറി വരെ പോവൊന്നും വേണ്ട, അടുത്ത കടയിൽ എവിടെയെങ്കിലും കിട്ടുമെന്ന് നോക്കിയാൽ മതി. റഹ്മത്ത് പുറത്തേക്കിറങ്ങി. അദ്ദേഹം സൈക്കിളിൽ കയറി പോകുന്നതും നോക്കി ഹാമിദ് നിന്നു. പിന്നീട് ദിവസങ്ങൾ കടന്നുപോയി. പക്ഷേ അന്ന് രാത്രി പുറത്തേക്ക് പോയ റഹ്മത്ത് അലി പിന്നീട് ഒരിക്കലും തിരികെ വന്നതേയില്ല. റഹ്മത്ത് അലിയുടെ ഭാര്യ ഹാമിദിന്റെ ഉമ്മ വലിയ വിഷമത്തിലായി. അവരിപ്പോൾ തന്റെ ഭർത്താവിന്റെ തിരോധാനം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു ഫയലിൽ അന്ന് രേഖകൾ അടുക്കി വെക്കുകയായിരുന്നു. അടുത്തു നിന്നിരുന്ന ഹാമിദിന്റെ ഉള്ളിൽ വല്ലാത്തൊരു ഭയമുണ്ട്. അവനാണെങ്കിൽ സ്കൂളിൽ പോവാൻ തയ്യാറെടുത്തു നിൽക്കുകയാണ്. അവന്റെ ഷൂസ് കീറിയിട്ടുണ്ടായിരുന്നു. ഉമ്മയാണെങ്കിൽ അവനോട് വലിയ ദേഷ്യത്തിലുമാണ്. ഒരുപക്ഷെ അന്ന് രാത്രി ഹാമിദ് പിതാവിനടുക്കൽ സെൽ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ റഹ്മത്തെന്നും കുടുംബത്തോടൊപ്പം ഉണ്ടായേനെ എന്നാ ഉമ്മ ചിന്തിക്കുന്നുണ്ടാകാം. റഹ്മത്ത് അലി എവിടെ പോയെന്ന് ആർക്കും തന്നെ അറിയില്ല. തന്റെ ഷൂസ് ഒന്ന് തുന്നിത്തരാൻ ഹാമിദ് ഉമ്മയോട് ആവശ്യപ്പെട്ടു. പക്ഷെ അവന്റെ ഉമ്മ മറുപടിയൊന്നും പറഞ്ഞില്ല. ആ രേഖകൾക്കിടയിൽ നിന്ന് ഹാമിദിന് തന്റെ പിതാവിന്റെ ഒരു ഫോട്ടോ കിട്ടി. അവനതെടുത്ത് പോക്കറ്റിലേക്ക് വെച്ചു. അബ്ബു എന്നായിരുന്നു അവൻ തന്റെ പിതാവിനെ വിളിച്ചിരുന്നത്. സ്കൂളിലേക്ക് പോകുവാൻ അവൻ അങ്ങനെ ബസ് സ്റ്റോപ്പിലേക്ക് എത്തി. സ്കൂൾ ബസ്സിൽ കയറിയിരുന്ന് അവൻ അവന്റെ ഉമ്മയെ നോക്കുന്നുണ്ടായിരുന്നു. അവർ തന്നെ നോക്കിയൊന്ന് ടാറ്റ കാണിക്കും എന്ന് അവൻ കരുതി. പക്ഷേ അവന്റെ ഉമ്മ ഇസ്രത്ത് അവനെ ശ്രദ്ധിക്കാതെ മറ്റൊരു ബസ്സിൽ കയറി പോവുകയായിരുന്നു ചെയ്തത്. ഹാമിദിന് സങ്കടം തോന്നാതിരുന്നില്ല. അബ്ബു തന്നെ പണ്ട് സ്കൂളിൽ കൊണ്ടുവിടാറുള്ള കാര്യങ്ങൾ ഹാമിദ് ഓർത്തു. ഒരിക്കൽ അബ്ബു അവനെ സ്കൂളിൽ കൊണ്ടുപോകാൻ പോകുന്ന വഴിയിൽ വെച്ച് കണ്ട ഒരു അപരിചിതന്റെ മയ്യത്ത് ചുമക്കുവാൻ വേണ്ടി പോയി. ആ സമയം ഹാമിദിന്റെ ബസ് പോയി കഴിഞ്ഞിരുന്നു. അന്നവൻ അബ്ബുവിനോട് ചോദിച്ചു, അബ്ബു നിങ്ങൾ എന്താ ഈ ചെയ്തത്? എന്റെ ബസ് പോയില്ലേ, എന്തിനാ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നത്? അന്ന് അബ്ബു പറഞ്ഞു, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോയി കഴിഞ്ഞാൽ അവരെ മറവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. എങ്കിൽ മാത്രമേ നമുക്കവരെ മറക്കാൻ സാധിക്കൂ. ആ വാക്കുകൾ അവന്റെ ഉള്ളിൽ പതിച്ചിരുന്നു. പിന്നീടന്ന് ബോട്ടിൽ കൊണ്ടുപോയിട്ടായിരുന്നു അബ്ബു അവനെ സ്കൂളിൽ എത്തിച്ചത്. അവരിരുവരും ആ സമയം അത്രയും സന്തോഷത്തോടെ ചിലവഴിച്ചിരുന്നു. ഹാമിദ് ഓർമ്മകളിലേക്ക് ഓളിയിടുമ്പോൾ മറുവശത്ത് അവന്റെ ഉമ്മ ഇസ്രത്ത് പോലീസ് സ്റ്റേഷന്റെ പുറത്ത് തന്റെ ഊഴവും കാത്തിരിക്കുകയായിരുന്നു. അവിടെ മറ്റ് പല സ്ത്രീകളും ഇരിക്കുന്നുണ്ട്. അവരും ഇസ്രത്തിനെ പോലെ തങ്ങളുടെ ഭർത്താക്കന്മാരെ പറ്റി അന്വേഷിക്കാൻ എത്തിയവരാണ്. വർഷങ്ങളായി അവർ അവിടെ വരുന്നു. എങ്കിലും അവരുടെ പ്രതീക്ഷകൾ അന്നും അസ്തമിച്ചിട്ടില്ല. ഇൻസ്പെക്ടർ ആ സമയം പുറത്തേക്ക് വന്നു പറഞ്ഞു, ഇന്ന് ബഡാ സാബ് മീറ്റിംഗിലാണ്, എല്ലാവരും നാളെ വരൂ. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വന്നവരായിരുന്നു ആ സ്ത്രീകൾ. ഓരോ ദിവസവും അവരങ്ങനെ തിരിച്ചയക്കപ്പെടുന്നു. സങ്കടങ്ങൾ മാത്രം മനസ്സിൽ സൂക്ഷിച്ച് അവർ മടങ്ങിപ്പോകുന്നു. അവരുടെ സങ്കടം കാണാനോ അത് പരിഹരിക്കാനോ മറ്റാരും തന്നെയില്ല. അന്ന് നാട്ടിൽ മറ്റു ചില പ്രശ്നങ്ങളും അരങ്ങേറുകയായിരുന്നു. CRPF ജവാന്മാർക്കെതിരെ നാട്ടുകാർ പ്രതിഷേധാർത്ഥം കല്ലെറിയുന്നു. അഭയെന്ന പട്ടാളക്കാരന് ഇത് കണ്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല. തങ്ങൾ അവരെ സഹായിക്കാൻ വന്നതാണെന്നും പക്ഷേ എന്നിട്ടും അവർ തങ്ങളെ ശത്രുക്കളെ പോലെയാണല്ലോ കാണുന്നത് എന്നും അവന് തോന്നി. അവനവരെ നേരിടാൻ വേണ്ടി ദേഷ്യത്തോടെ ഇറങ്ങാൻ പോയെങ്കിലും സഹപ്രവർത്തകർ അവനെ തടഞ്ഞു നിർത്തി. പിന്നീട് ഒരു കല്യാണക്കുറി കണ്ട ഹാമിദ് തന്റെ ഉമ്മയോട് ചോദിച്ചു, ഇതെന്താ ഈ 786? ആ കല്യാണക്കുറിയിൽ 786 എന്ന നമ്പർ ഒരു വശത്തായി പ്രിന്റ് ചെയ്തിരുന്നു. ഉമ്മ ഹാമിദിന് മറുപടി കൊടുത്തു, അത് അള്ളാഹുവിന്റെ നമ്പറാണ്. അള്ളാഹുവിന് നമ്പറുണ്ടോ? അത് കേട്ട് ഹാമിദ് അത്ഭുതപ്പെട്ടു. പിന്നാലെ ഹാമിദ് ആ ചോദ്യവും ചോദിച്ചു, ഉമ്മ അബ്ബു എന്തിനാ അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയത്? ചിലരൊക്കെ അങ്ങനെ പറയുന്നുണ്ടല്ലോ. ആ ചോദ്യം ഇസ്രത്തിനെ തളർത്തി കളഞ്ഞിരുന്നു. അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു ഫോൺ വരുന്നത്. ഒരു മൃതദേഹം കണ്ട്
കണ്ടെത്തിയിട്ടുണ്ട്. അത് തിരിച്ചറിയാൻ ഇസ്രത്ത് അങ്ങോട്ടേക്ക് ചെല്ലണം. അവരുടെ മനസ്സിൽ വല്ലാത്തൊരു ഭയം തോന്നി. ഇസ്രത്ത് ആയിടത്തേക്കും കടന്നു ചെന്നു. മറ്റ് പല സ്ത്രീകളും അവിടെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഇസ്രത്ത് കയറി മൃതദേഹം നോക്കിക്കണ്ടു. അത് റഹ്മത്ത് അലിയുടേതായിരുന്നില്ല. വല്ലാത്തൊരു ആശ്വാസം ഇസ്രത്തിന് തോന്നി. അവർ അള്ളാഹുവിന് നന്ദി പറഞ്ഞു. അടുത്ത ദിവസം റഹ്മത്ത് അലിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ ഒരു കല്യാണമുണ്ടായിരുന്നു. റഹ്മത്തിനൊപ്പം ബോട്ടുണ്ടാക്കുന്നിടത്ത് ജോലി ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു അയാൾ. ഹാമിദിന്റെ ഉമ്മ ആ കല്യാണം കൂടാൻ ചെന്നു. ആ കുടുംബത്തോട് സംസാരിച്ചു. റഹ്മത്തിന് പകരം ഹാമിദിനെ അവിടെ ജോലിക്കെടുത്തുകൂടെ എന്നവർ ചോദിച്ചു. കാരണം ഒറ്റയ്ക്ക് വീടിന്റെ ചെലവുകൾ നോക്കുക എന്നത് ഇസ്രത്തിന് വലിയ പ്രയാസകരമായി മാറിയിരുന്നു. ജീവിത ചെലവുകൾ കൂട്ടിമുട്ടിക്കാൻ അവർക്കൊറ്റയ്ക്ക് സാധിക്കുന്നില്ല. ഹാമിദിനെ ജോലിക്കെടുക്കാൻ ആ വ്യക്തി സമ്മതിച്ചു. ആ വീട്ടിൽ നടന്നു നീങ്ങുന്നതിനിടയിൽ ഹാമിദിന്റെ കണ്ണ് അവിടുത്തെ ഒരു കസേരയിൽ ഉടക്കി. തന്റെ അബ്ബു പണ്ട് ഫോട്ടോ എടുക്കാൻ അതേ കസേരയിൽ ഇരുന്നിരുന്ന കാര്യം അവൻ ഓർത്തെടുത്തു. അവൻ പെട്ടെന്ന് പോയി ആ കസേരയിലിരുന്നു. അബ്ബുവിന്റെ ഓർമ്മകൾ അവന്റെ മനസ്സിൽ വന്ന് നിറയുകയായിരുന്നു. അപ്പോഴാണ് അബ്ബുവിന്റെ സുഹൃത്ത് അബ്ബാസ് അങ്ങോട്ടേക്ക് വന്നത്. അദ്ദേഹത്തിന്റെ അടുക്കൽ അബ്ബു എവിടെയെന്ന് അവൻ ചോദിച്ചു. അവൻ ഹാമിദിന് മറുപടി കൊടുത്തു. നിന്റെ അബ്ബു സ്വർഗത്തിലെ പണികളിൽ തിരക്കിലാണ്. തുടർന്ന് ഹാമിദ് വളരെ നിഷ്കളങ്കമായ ചോദ്യങ്ങൾ അബ്ബാസിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അബ്ബാസ് ആകട്ടെ മറുപടിയും കൊടുത്തു. അടുത്ത ദിവസം ഇസ്രത്ത് വസ്ത്രങ്ങൾ തുന്നുകയാണ്. വസ്ത്രങ്ങൾ തുന്നിവിറ്റാണ് വീട്ടിലെ ചിലവുകൾക്കായി അവൾ പണം കണ്ടെത്തുന്നത്. പക്ഷേ സാധനങ്ങൾ കൊടുത്താലും കൃത്യസമയത്ത് പണം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ കാര്യത്തിൽ ഇസ്രത്ത് വലിയ സങ്കടത്തിലുമായിരുന്നു. തന്റെ ഉമ്മ വിഷമിക്കുന്നത് കണ്ട് ഹാമിദ് പറഞ്ഞു, ഉമ്മ വിഷമിക്കണ്ട, ഞാൻ സ്കൂളിൽ പോകുന്നില്ല. നാളെ മുതൽ ഞാനും ബോട്ട് ഫാക്ടറിയിൽ പണിക്ക് പൊക്കോളാം. അബ്ബു ഒറ്റയ്ക്ക് സ്വർഗത്തിൽ അറ്റകുറ്റപ്പണികൾ നടത്തുകയല്ലേ. അതുകൊണ്ട് അദ്ദേഹം മടങ്ങി വരാൻ ഇത്രയും സമയമെടുക്കുന്നത്. അതുവരെ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നിഷ്കളങ്കമായ അവന്റെ വാക്കുകൾ കേട്ട് ഇസ്രത്തിന് സഹിച്ചില്ല. ഇസ്രത്ത് അവനെ വഴക്കു പറഞ്ഞു. ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിനക്കാരാ പഠിപ്പിച്ചു തരുന്നത് എന്നായിരുന്നു അവർ ചോദിച്ചത്. എന്നിരുന്നാലും വീട്ടിലെ സാഹചര്യങ്ങൾ കാരണം ഇസ്രത്തിന് തന്റെ മകന്റെ കൈകളിൽ പണിക്കുപയോഗിക്കുന്ന ആയുധങ്ങളുള്ള പെട്ടി കൈമാറേണ്ടി വന്നു. റഹ്മത്ത് ജോലിക്കായി ഉപയോഗിച്ചിരുന്ന അതേ പെട്ടി. അബ്ബുവിന്റെ പെട്ടി തുറന്ന് ഹാമിദ് അതിലെ ഓരോ സാധനങ്ങളും വളരെയധികം ശ്രദ്ധയോടെ നോക്കാൻ തുടങ്ങി. അവനൊരു ചുറ്റികയെടുത്ത് തന്റെ കീറിയ ഷൂസിൽ ഒരു ആണിയടിച്ചു കയറ്റി. അങ്ങനെ ആ ഷൂസ് ശരിയാക്കി. ആ പെട്ടിക്കുള്ളിൽ നിന്ന് അവനൊരു ഡയറി ലഭിച്ചു. അതിലും അതേ നമ്പർ ഉണ്ടായിരുന്നു, 786. ഒപ്പം ഒരു ഫോണും കിട്ടി. അബ്ബുവിന്റെ ഫോണായിരിക്കണം. ആ ഫോണുമായി ഹമീദോടി അടുത്തുള്ള കടയിൽ ചെന്നു. ആരോടെങ്കിലും സംസാരിക്കണമെങ്കിൽ അതിൽ കുറച്ച് ബാലൻസ് വേണം എന്ന് കടക്കാരനിൽ നിന്നും അവൻ മനസ്സിലാക്കി. മിനിമം 10 രൂപയെങ്കിലും വേണം. അവന്റെ കയ്യിലാകട്ടെ അത്രയും പണമില്ലായിരുന്നു. അതുകൊണ്ട് നിരാശയോടെ അവൻ വീട്ടിലേക്ക് മടങ്ങി. മറുവശത്ത് CRPF ഉദ്യോഗസ്ഥനായ അഭയാകട്ടെ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. ഒരിക്കൽ ഭീകരവാദികളുടെ വണ്ടിക്ക് നേരെ അഭയ് വെടിയുതിർത്തിരുന്നു. അന്നവന്റെ കൈകളാൽ ഒരു കുട്ടി കൊല്ലപ്പെട്ടു. അതിന്റെ ട്രോമ ഇന്നും അവനെ വേട്ടയാടുന്നുണ്ട്. ഒരു കുട്ടിയെ താൻ കൊന്നു എന്ന കുറ്റബോധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ അഭയ്ക്ക് കഴിയുന്നേയുണ്ടായിരുന്നില്ല. അവന്റെ സുഹൃത്ത് അഭയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. ദൈവം നമുക്കൊരു ഭാരം നൽകിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും അവൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാകും. സമയമാകുമ്പോ അവൻ തന്നെ അത് നമുക്ക് പറഞ്ഞു തരും. അടുത്ത ദിവസം ഹമീദ് തെരുവിലുള്ള ഒരു യാചകന്റെ അടുത്തെത്തി. അവൻ അയാളുടെ അടുത്ത് ചെന്നിരുന്നു പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ആളുകളോട് പണം യാചിക്കുകയല്ലേ? എനിക്ക് നിങ്ങളുടെ പണത്തിൽ നിന്ന് കുറച്ചു തരാമോ? എനിക്കും അള്ളാഹുവിനോടൊന്ന് സംസാരിക്കണമെന്നുണ്ട്. ഹാമിദിന്റെ ആ സംസാരം കേട്ടപ്പോൾ പ്രായമേറിയ ആ യാചകന് ചെറുതായി ചിരി വന്നു. എന്തായാലും തന്റെ കയ്യിൽ നിന്നുള്ള കുറച്ചു പണമെടുത്ത് അയാൾ ഹാമിദിന് കൊടുത്തു. അവൻ ഓടിച്ചെന്ന് കടയിൽ നിന്ന് റീചാർജും ചെയ്തു. വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ വൈകി വന്നതിന്റെ പേരിൽ ഉമ്മയ്ക്കടുത്ത് നിന്ന് അവന് വഴക്കും കേൾക്കേണ്ടി വന്നു. ഹാമിദ് കരഞ്ഞുകൊണ്ടായിരുന്നു മുകൾ നിലയിലേക്ക് കയറിപ്പോയത്. പക്ഷെ അവിടെ എത്തിയതും അവന്റെ കരച്ചിലൊക്കെ നിന്നു. തലയിൽ തൊപ്പിയും ധരിച്ച് അള്ളാഹുവിനോട് സംസാരിക്കാൻ എന്ന മട്ടിൽ ഫോണിൽ അവൻ 786 ഡയൽ ചെയ്തു. പക്ഷേ ആ നമ്പർ കണക്ട് ആവുന്നേ ഉണ്ടായിരുന്നില്ല. ഇതെന്താ ദൈവത്തിനെ വിളിച്ചിട്ട് അള്ളാഹുവിനെ വിളിച്ചിട്ട് കിട്ടാത്തത് എന്ന് അവൻ ചിന്തിച്ചു. അടുത്ത ദിവസം അവൻ വീണ്ടും കടയിൽ ചെന്ന് പറഞ്ഞു, ഈ ഫോൺ എന്തോ വർക്കാവുന്നില്ല. കടക്കാരൻ അവൻ ഏത് നമ്പറിലേക്കാ വിളിച്ചതെന്ന് ചോദിച്ചു. 786 എന്ന നമ്പറിലാണ് എന്ന് അവൻ പറഞ്ഞു. 786? ഇത് തെറ്റായ നമ്പറാണ്. ഒരാളെ വിളിക്കാൻ 10 നമ്പർ വേണം എന്നായിരുന്നു കടക്കാരന്റെ മറുപടി. ദൈവത്തിന്റെ നമ്പർ 786 ആണെന്നാണല്ലോ പറഞ്ഞത്. ബാക്കി നമ്പറുകൾ എവിടെ നിന്ന് കിട്ടും? ഹാമിദ് ആകെ കൺഫ്യൂസ്ഡ് ആയി. വഴിയിൽ വെച്ച് ഒരു കോച്ചിങ് സെന്ററിന്റെ നോട്ടീസ് അവന്റെ കയ്യിൽ കിട്ടി. അതിലൊരു മൊബൈൽ നമ്പർ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അവനൊരു ആശയം തോന്നി. ആ നോട്ടീസിൽ ഒരു ഫാൻസി നമ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. 9123 123 123 എന്ന തരത്തിലായിരുന്നു ആ നമ്പർ ഉണ്ടായിരുന്നത്.
അത് കണ്ടതും അത്തരത്തിൽ അള്ളാഹുവിന്റെ നമ്പറും ഡയൽ ചെയ്യാൻ പറ്റും എന്ന് ഹാമിദ് ചിന്തിച്ചു. ആദ്യം 9 ഞെക്കി, അതിനുശേഷം 786 എന്ന് 3 തവണ ടൈപ്പ് ചെയ്ത് അവൻ 10 നമ്പർ ആക്കി. ശേഷം കോൾ ചെയ്തു. മറുവശത്ത് റിങ് ചെയ്യാൻ ആരംഭിച്ചു. വൈകാതെ ഒരു വ്യക്തി ഫോണും എടുത്തു. ആ കോൾ അറ്റൻഡ് ചെയ്തത് CRPF ജവാനായ അഭയ് ആയിരുന്നു. അപരിചിത നമ്പറിൽ നിന്നുള്ള കോൾ ആയതുകൊണ്ട് അതെടുക്കാൻ ആദ്യം മടിച്ചെങ്കിലും അഭയ് കോൾ അറ്റൻഡ് ചെയ്തു. കോൾ അറ്റൻഡ് ആയതും ഹാമിദ് സംസാരിക്കാൻ തുടങ്ങി. ഇത് അള്ളാഹുവിന്റെ നമ്പറാണോ? എനിക്ക് അള്ളാഹുവിനോടൊന്ന് സംസാരിക്കണം. റോങ് നമ്പർ എന്ന് പറഞ്ഞ് അത് കേട്ടതും അഭയ് ഫോൺ കട്ട് ചെയ്തു. നിരാശയോടെ ഹാമിദ് ആകാശത്തിലേക്ക് നോക്കി, അള്ളാഹുവിനെ നോക്കുന്ന പോലെ. അവിടെ നിന്ന് അവൻ നേരെ അബ്ബുവിന്റെ ഫാക്ടറിയിലേക്ക് പോയി. താൻ അബ്ബുവിന്റെ ജോലി ചെയ്യാത്തത് കൊണ്ടാണ് അള്ളാഹു ദേഷ്യത്തിൽ തന്നോട് സംസാരിക്കാത്തത് എന്നൊരു തോന്നൽ ആ നിഷ്കളങ്കനായ പയ്യന് വന്നിരുന്നു. അവിടെ ചെന്ന് അബ്ബാസിനെ കണ്ട് ജോലിക്കായി വന്നതാണെന്ന് പറഞ്ഞു. അബ്ബാസ് അവനെ അവിടെ ജോലിക്കായി എടുത്തു. അവൻ അവിടെ പണി പഠിക്കാൻ ആരംഭിച്ചു. രാത്രിയിൽ ജോലി സ്ഥലത്ത് നിന്ന് മടങ്ങിയെത്തിയ ശേഷം ഹാമിദ് വീണ്ടും അതേ നമ്പറിലേക്ക് വിളിച്ചു. മറുവശത്ത് അബൈ കോൾ അറ്റൻഡ് ചെയ്തു. അവൻ വല്ലാതെ ചുമയ്ക്കുന്നുണ്ടായിരുന്നു. ചുമയുടെ ശബ്ദം കേട്ടതും ഹാമിദ് ചോദിച്ചു, അല്ലാഹു, നിങ്ങൾക്ക് സുഖമില്ലേ? നിങ്ങൾ വയ്യാതിരിക്കുവാണോ? അത് ചോദിച്ചതിനു പിന്നാലെ ഹാമിദ് ഫോൺ കട്ടാക്കി. പിന്നാലെ അവിടുണ്ടായിരുന്ന അവന്റെ അബ്ബുവിന്റെ കട്ടി കൂടിയ ഒരു ഷോൾ എടുത്ത് അതുമായി പള്ളിയിലേക്ക് എത്തി. അവിടെ അത് വെച്ച ശേഷം അവൻ തിരികെ പോന്നു. തിരിച്ചു വന്ന ശേഷം വീണ്ടും കോൾ ചെയ്തു. അബൈ കോൾ എടുത്തു. ഹാമിദ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കായി ഷാൾ വെച്ചിട്ടുണ്ട്, അതെടുത്ത് പുതച്ചോളൂ. ഇതൊക്കെ കേട്ട് അബൈ അത്ഭുതപ്പെടുന്നുണ്ടായിരുന്നു. രാവിലെ അവൻ പള്ളിയിൽ ചെന്ന് നോക്കി. ഷാൾ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് പോന്നപ്പോ നേരത്തെ അവൻ കണ്ടിരുന്ന ആ യാചകൻ ആ ഷാൾ പുതച്ചിരിക്കുന്നത് അവൻ കണ്ടു. യാചകനടുത്തെത്തി ഹാമിദ് ചോദിച്ചു, ഈ ഷാൾ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? എനിക്കിത് അള്ളാഹു തന്നതാണ് എന്നായിരുന്നു യാചകന്റെ മറുപടി. വീട്ടിലെത്തിയ ഹാമിദ് വീണ്ടും അതേ നമ്പറിൽ അള്ളാഹുവിനെ വിളിച്ചു. അന്ന് കോളെടുത്ത അഭയ് ചോദിച്ചു, നിനക്കെന്റെ നമ്പർ എങ്ങനെ കിട്ടി? എല്ലാ പോസ്റ്റർ കാർഡിലും ഡയറിയിലും ഒക്കെ നിങ്ങളുടെ നമ്പറായി 786 ഉണ്ടല്ലോ. അങ്ങനെ കിട്ടിയതാ. പക്ഷെ ഇത് മൊബൈലിൽ എങ്ങനെ വിളിക്കണം എന്ന് മറ്റാർക്കും അറിയില്ല. ഞാനത് കണ്ടെത്തി. ആദ്യം ഞാൻ 9 ഡയൽ ചെയ്തു. പിന്നെ 3 തവണ 786 ടൈപ്പ് ചെയ്തു. നോക്കുമ്പോ അള്ളാഹുവിനെ ഫോൺ കോളിൽ കിട്ടി. നിഷ്കളങ്കമായി അവൻ പറഞ്ഞുകൊണ്ടിരുന്നു. തുടർന്ന് അവൻ പറഞ്ഞു, അള്ളാഹു, എന്റെ ഒരു കത്ത് വായിച്ച് അവിടുള്ള അബ്ബുവിനെ ഒന്ന് കേൾപ്പിക്കാമോ? അദ്ദേഹം നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ടല്ലോ. എന്നിട്ടവൻ കത്ത് വായിക്കാനും ആരംഭിച്ചു. പ്രിയപ്പെട്ട അബ്ബു, ഞാനിപ്പോ നന്നായി പഠിക്കുന്നുണ്ട്. ഞാൻ വല്ലാതെ വാശി പിടിച്ചത് കൊണ്ടല്ലേ നിങ്ങളെ പിണങ്ങി അള്ളാഹുവിന്റെ അടുത്തേക്ക് പോയത്. അബ്ബു പോയ ശേഷം ഉമ്മ ആകെ മാറിപ്പോയി. അവരെന്നെ നോക്കാറോ സ്നേഹത്തോടെ സംസാരിക്കാറോ ഇല്ല. അബ്ബു പറഞ്ഞാൽ ഞാനിനി TV കാണില്ല. അബ്ബു പറയുന്നതൊക്കെ അനുസരിച്ചോളാം. ഉമ്മ അബ്ബുവിനായി ഒരു സ്വെറ്റർ നെയ്യുന്നുണ്ട്. നല്ല സ്വെറ്ററാണ്. പിന്നെ ഞാൻ ഫാക്ടറിയിൽ അബ്ബുവിനായി ഇപ്പൊ ഒരു ബോട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുക. അബ്ബു വേഗം തിരിച്ചു വരണേ. അബ്ബുവിന്റെ പ്രിയപ്പെട്ട ഹാമിദ് അവന്റെ കത്തും നിഷ്കളങ്കമായ സംസാരവും ഒക്കെ കേട്ട് അബയുടെ കണ്ണു നിറഞ്ഞിരുന്നു. അബയ്ക്കും ഒരു ചെറിയ മകളുണ്ട്. ഹാമിദിന്റെ പ്രായത്തിലുള്ള ഒരു കുട്ടി. അവളെ കണ്ടിട്ട് 1.5 വർഷം പിന്നിട്ടിരിക്കുന്നു. അബൈ തന്റെ മകളെ ഓർത്തു. ഹാമിദിന്റെ സംസാരവും പറച്ചിലുമൊക്കെ അബയ്ക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ഹാമിദിന് എന്താണ് വേണ്ടതെന്നും പതിയെ അവൻ മനസ്സിലാക്കിയെടുത്തു. ഹാമിദ് പകൽ മുഴുവൻ ഫാക്ടറിയിൽ ജോലി ചെയ്യും. ഒരു ദിവസം 10 രൂപ പണിക്കൂലിയാണ് കിട്ടുക. രാത്രി മടങ്ങിയെത്തി അവൻ ഫോണിൽ അള്ളാഹുവിനോട് സംസാരിക്കും. അവന്റെ കയ്യിലുള്ള ഈ ഫോണിനെ കുറിച്ചും ഈ സംസാരത്തെ പറ്റിയൊന്നും അവന്റെ ഉമ്മ അറിഞ്ഞിരുന്നതേയില്ല. അബ്ബുവിനായി പണിയുന്ന ആ ബോട്ടിന് ചുവന്ന നിറം നൽകണം എന്നാണ് എന്റെ ആഗ്രഹം എന്നവൻ ഫോണിലൂടെ പറഞ്ഞു. അതിനായി ഉമ്മ അറിയാതെ കുറച്ചു പണം മാറ്റിവെച്ച് ഞാൻ സൂക്ഷിക്കുന്നുണ്ട് എന്നും അവൻ കൂട്ടിച്ചേർത്തു. ദിവസവും കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി അവൻ ഉമ്മയ്ക്ക് കൊടുക്കും. ബാക്കി അവൻ മാറ്റിവെക്കും. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോയി. ഒരു ദിവസം വഴിയിൽ വെച്ച് അവൻ അബ്ബാസിനെ കണ്ടു. അബ്ബാസ് അവനോടായി പറഞ്ഞു, കാശ്മീരിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നീ പോരാടണം. അതിനുവേണ്ടി നീ മലകൾക്കപ്പുറത്തേക്ക് പോകണം. ഹാമിദാണെങ്കിൽ എന്താ അവൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായതേയില്ല. ഹാമിദ് അബയോടുള്ള സംസാരം തുടർന്നിരുന്നു. അള്ളാഹു എന്ന് ചിന്തിച്ച് തന്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഹാമിദ് അബയോട് പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ഹാമിദിന്റെ അബ്ബുവിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ അബയ്ക്ക് ഏറെക്കുറെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനെ സഹായിക്കാൻ അബയ് തീരുമാനിച്ചു. അബയ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹാമിദിന്റെ അബ്ബുവിനെ കുറിച്ച് അന്വേഷിച്ചു. അവിടെ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടർ പറഞ്ഞു, കാണാതായവരുടെ കേസുകൾ ഇവിടെ അത്രയേറെയുണ്ട്. ഇതൊന്നും അന്വേഷിച്ച് കണ്ടെത്തലേ ഉണ്ടാകില്ല. അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അത്രയും
പറഞ്ഞാൽ മതി, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. അത് കേട്ടതും അക്ഷരാർത്ഥത്തിൽ അഭയ്ക്ക് ദേഷ്യം വരികയായിരുന്നു ചെയ്തത്. പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ കണ്ട് അഭയ് അവർക്ക് നേരെ ആക്രോശിച്ചു. അന്ന് ഹാമിദ് ഫോൺ വിളിച്ചപ്പോ ഫോണിലൂടെ അവൻ ചോദിച്ചു, അല്ലാഹുവേ, എന്റെ അപ്പു എപ്പോഴാ തിരിച്ചു വരുന്നേ? ഞാൻ പറഞ്ഞ കാര്യങ്ങള് താങ്കൾ അദ്ദേഹത്തോട് സംസാരിച്ചോ? അഭയ് പറഞ്ഞു, അതെ സംസാരിച്ചു. അപ്പു തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് ചിലപ്പോ മലയുടെ അപ്പുറത്തേക്ക് പോകേണ്ടി വരും. അബ്ബാസ് എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് കേട്ടതും അഭയ്ക്ക് കാര്യം മനസ്സിലായി. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആ കുട്ടിയെ പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോവാനാണ് അബ്ബാസ് ശ്രമിക്കുന്നത്. ഉടൻ അഭയ് അവനെ വഴക്ക് പറഞ്ഞു. അത് തീർത്തും തെറ്റായ കാര്യമാണ് എന്ന കാര്യത്തിൽ അവനെ പറഞ്ഞു മനസ്സിലാക്കി. പിന്നാലെ ഒരു കാര്യം എടുത്തു പറഞ്ഞു, നിന്റെ അബ്ബുവിനോട് ഞാൻ സംസാരിക്കുമ്പോ നീ ഇത്തരത്തിൽ എന്തെങ്കിലും ചെയ്താൽ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ നിന്റെ അബ്ബു തിരിച്ചു വരില്ല. ഏയ്, ഞാനൊക്കെ അനുസരിക്കും എന്ന മട്ടിലായിരുന്നു ഹാമിദിന്റെ മറുപടി. തുടർന്നുള്ള സംസാരത്തിൽ തങ്ങൾ പണമില്ലാതെ കഷ്ടപ്പെടുകയാണെന്നും ഉമ്മ ജോലി ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ പണം കിട്ടാറില്ലെന്നും ഹാമിദ് അള്ളാഹുവിനോടെന്ന പോലെ പറഞ്ഞു. ഉമ്മയ്ക്ക് പണം നൽകാത്ത ആ വ്യക്തിയുടെ നമ്പർ തനിക്ക് തരാൻ അഭയ് ഹാമിദിനോട് പറഞ്ഞു. അള്ളാഹുവിനാണല്ലോ കൊടുക്കുന്നതെന്ന് ചിന്തിച്ച് ഹാമിദ് നമ്പർ കൊടുക്കുകയും ചെയ്തു. അടുത്ത ദിവസം ആ വ്യക്തി ഭയത്തോടെ വന്ന് ഹാമിദിന്റെ ഉമ്മയുടെ കയ്യിൽ അതുവരെ കൊടുക്കാനുണ്ടായിരുന്ന മുഴുവൻ പണവും ഏൽപ്പിച്ചു. ഇതൊക്കെ കണ്ട് ഹാമിദിന് അതിശയം തോന്നി. അവൻ ആകാശത്തേക്ക് നോക്കി ശേഷം പുഞ്ചിരിച്ചു. അള്ളാഹുവിനോട് നന്ദി പറയുന്നത് പോലെയായിരുന്നു അത്. അന്നവൻ പുറത്തേക്ക് പോയപ്പോ വഴിയിൽ വെച്ച് വീണ്ടും അബ്ബാസിനെ കണ്ടു. അയാൾ ഹാമിദിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അവിടെ ചില കുട്ടികളെ ഒരു വീഡിയോ കാണിക്കുകയായിരുന്നു. ആ വീഡിയോയിൽ കുട്ടികളുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ട്. അവർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നു. അടുത്തിരുന്നൊരു കുട്ടിയോട് ഹാമിദ് പറഞ്ഞു, ഇതെല്ലാം തെറ്റായ കാര്യങ്ങളാണ്. അള്ളാഹുവിനിതൊന്നും ഇഷ്ടമല്ല. അള്ളാഹു ഇങ്ങനെയൊന്നും ചെയ്യാനും പറയില്ല. മറുവശത്ത് അഭയ് അവന്റെ സീനിയർ ഓഫീസർ തന്റെ ഓഫീസ് മുറിയിലേക്ക് വിളിപ്പിച്ചു. പോലീസ് സ്റ്റേഷനിൽ പോയി അഭയുണ്ടാക്കിയ വഴക്കിനെ പറ്റി ഓഫീസറുടെ അടുക്കൽ റിപ്പോർട്ട് എത്തിയിരുന്നു. അദ്ദേഹം അവന് താക്കീത് കൊടുത്തു. നീ നിന്റെ ഡ്യൂട്ടിയിൽ മാത്രം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കാര്യങ്ങൾ ആകെ പ്രശ്നത്തിലാകും. പ്രത്യേകിച്ച് ഇവിടുത്തെ നാട്ടുകാരുടെ കാര്യങ്ങളിൽ ഇടപെട്ടേക്കരുത്. നിന്റെ ജോലി തന്നെ പോയേക്കും. ഓഫീസർ അഭയ്ക്ക് വാണിംഗ് കൊടുത്തു. അടുത്ത ദിവസം ഹാമിദിന്റെ ഉമ്മയുടെ അടുത്ത് കുറച്ച് സ്ത്രീകൾ വന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി അവിടെ സന്ദർശനത്തിന് വരുന്നുണ്ടെന്നും അവിടെ ജാഥ ഉണ്ടാകുമെന്നും അതിലവരും പങ്കെടുക്കണമെന്നും അവർ പറഞ്ഞു. എല്ലാ സ്ത്രീകളും മുഖ്യമന്ത്രിയെ കണ്ട് തങ്ങളുടെ സങ്കടങ്ങൾ പറയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ അവരുടെ ശബ്ദം മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയേക്കാം. പക്ഷേ ഇസ്രത്താകട്ടെ അവരുടെ ഭർത്താക്കന്മാരെയൊക്കെ കാണാതായത് ഒരു രാഷ്ട്രീയ വിഷയമാക്കാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ട് റഹ്മത്തിന്റെ ഫോട്ടോ അവർക്ക് നൽകാൻ ഇസ്രത്ത് വിസമ്മതിച്ചു. ആ സ്ത്രീകൾ വീടിന് പുറത്തേക്ക് പോയപ്പോൾ ഹാമിദ് അവരുടെ പിന്നാലെ ചെന്നു. തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോ അവരുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് അവൻ ചോദിച്ചു, ഇത് കൊടുത്ത എന്റെ അബ്ബു തിരിച്ചു വരുമോ? ആ സ്ത്രീകളുടെ പക്കൽ അതിന് മറുപടി ഉണ്ടായിരുന്നില്ല. അവർ നിശബ്ദരായി അവിടെ നിന്ന് പോയി. അന്ന് രാത്രിയിൽ ഇസ്രത്ത് റഹ്മത്തലിക്കായി നെയ്ത സ്വെറ്റർ പതിയെ അഴിക്കുവാൻ ആരംഭിച്ചു. ഒരുപക്ഷെ തന്റെ ഭർത്താവ് തിരികെ വരുമെന്നുള്ള അവരുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അസ്തമിച്ചിരിക്കണം. ഇസ്രത്ത് വല്ലാതെ കരയുന്നുണ്ടായിരുന്നു. ഹാമിദ് അത് നോക്കിക്കണ്ടു. ഉടൻ തന്നെ മാറി അവൻ അള്ളാഹുവിനെ ഫോൺ ചെയ്തു. ഫോണിൽ അവൻ വാശിയോടെ പറഞ്ഞു, നിങ്ങൾ എന്റെ ഉമ്മയുടെ അവസ്ഥ കാണുന്നില്ലേ? എന്നിട്ടും നിങ്ങൾക്ക് ഒട്ടും ദയ തോന്നുന്നില്ലേ? എനിക്കെന്റെ അബ്ബുവിനെ ഇപ്പോ തന്നെ വേണം. നിങ്ങൾ അദ്ദേഹത്തെ ഇപ്പോ തന്നെ എന്റെ അടുക്കലേക്ക് അയക്കൂ. ഹാമിദിന്റെ ആ സംസാരത്തിന് മറുപടി കൊടുക്കാൻ അഭയ്ക്ക് സാധിച്ചതേയില്ല. എന്തു പറയണമെന്ന് പോലും അഭയ്ക്ക് അറിവുണ്ടായിരുന്നില്ല. ആ സമയം അഭയുടെ ഒരു സുഹൃത്ത് അങ്ങോട്ടേക്ക് വന്നു. പുറത്തൊരു അപകടം സംഭവിച്ചിട്ടുണ്ടെന്നും വേഗം അങ്ങോട്ടേക്ക് ചെല്ലണമെന്നും പറഞ്ഞു. അഭയ് ഫോൺ കട്ട് ചെയ്ത് പുറത്തേക്ക് ചെന്നു. നോക്കിയപ്പോൾ അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അന്നത്തെ ഭീകരാക്രമണത്തിൽ രക്തസാക്ഷിയായി മാറിയിരുന്നു. അഭയുടെ സങ്കടങ്ങളിലും ദേഷ്യത്തിലും എപ്പോഴും അവനെ സാന്ത്വനിപ്പിക്കാറുണ്ടായിരുന്ന ആ സുഹൃത്തായിരുന്നു അത്. അഭയ് വല്ലാതെ തകർന്നുപോയി. അടുത്ത ദിവസമായിരുന്നു മുഖ്യമന്ത്രിയുടെ സന്ദർശനമുണ്ടായിരുന്നത്. എല്ലാ സ്ത്രീകളും കയ്യിൽ പോസ്റ്ററുകളുമായി അവരവരുടെ വീടുകളിൽ നിന്ന് പുറത്തിറങ്ങി. അവരുടെ കൈകളിലൊക്കെ കാണാതായ സ്വന്തം ബന്ധുക്കളുടെ ഫോട്ടോകളായിരുന്നു. അവരെല്ലാം പോകുന്നത് നോക്കി ഇസ്രത്തും നിൽക്കുന്നുണ്ടായിരുന്നു. ഹാമിദ് നൽകിയ റഹ്മത്ത് അലിയുടെ ഫോട്ടോയും ആ സ്ത്രീകളുടെ കയ്യിലുണ്ടെന്ന് കണ്ടപ്പോൾ അവൾക്കും ആ ജാഥയിലേക്ക് ചേർന്നാൽ കൊള്ളാം എന്ന് തോന്നി. ജാഥയിലേക്ക് പോകുന്നതിന് മുമ്പ് അവർ ഹാമിദിനോട് പറഞ്ഞു, അല്ലാഹു ഉണ്ടെന്ന കാര്യം സത്യമാണ്, പക്ഷേ അദ്ദേഹം നമ്മളെ നോക്കിക്കാണുന്നില്ല. കാണുന്നുണ്ടെങ്കിൽ തന്നെ നമ്മളെ പരിഗണിക്കുന്നില്ല. നമ്മളായിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഉമ്മ പോയതിന് പിന്നാലെ ഹാമിദ് ഉടനെ തന്നെ അള്ളാഹുവിന്റെ നമ്പറിൽ വിളിച്ചു. മറുവശത്ത് അഭയ് തന്റെ ഡ്യൂട്ടിയിൽ നിൽക്കുകയായിരുന്നു. ഹാമിദ്
ഹാമിദ് അഭയോട് പറഞ്ഞു, നിങ്ങൾക്കെന്താ ഞങ്ങളെക്കുറിച്ചൊരു കരുതലുമില്ലാത്തത്? ഞങ്ങൾ എത്രത്തോളം സങ്കടത്തിലാണെന്ന് നിങ്ങൾ കാണുന്നില്ലേ? എന്റെ അബ്ബു നിങ്ങളുടെ അടുത്തല്ലേ? നിങ്ങൾക്ക് ഞങ്ങളുടെ അബ്ബുവിനെ അയക്കാൻ പറ്റുമോ? ഉള്ള കാര്യം പറ, അയക്കുമോ ഇല്ലയോ? സുഹൃത്തിന്റെ മരണത്തിൽ അഭയുടെ മനസ്സ് വല്ലാതെ തകർന്നിരുന്ന സമയമായിരുന്നു. ആ ഒരു സങ്കടത്തിലും ദേഷ്യത്തിലും അവൻ പറഞ്ഞുപോയി, ഞാൻ അല്ലാഹു ഒന്നുമല്ല, ഞാൻ ഭാരത സർക്കാരിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരു പട്ടാളക്കാരനാണ്. നിന്റെ അബ്ബുവിനെ ഒന്നുകിൽ ഞങ്ങളിൽ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും തന്നെ കൊന്നിട്ടുണ്ടാകും. നിന്റെ അബ്ബു ജീവനോടുണ്ടെന്ന് തോന്നുന്നില്ല. നിന്റെ അബ്ബു ഇപ്പോൾ മരിച്ചുപോയിരിക്കുന്നു. അദ്ദേഹം ഇനി തിരിച്ചു വരാനേ പോകുന്നില്ല. വലിയൊരു ഷോക്കോടെയായിരുന്നു ഹാമിദ് അത് കേട്ടത്. അവൻ വല്ലാതെ നിരാശനായി. അബ്ബു തിരിച്ചു വരുമെന്ന് അവന്റെ പ്രതീക്ഷകൾ അതോടെ അവസാനിക്കുകയായിരുന്നു. അബ്ബു പോയപ്പോ പോലും അവൻ ഇത്രയും വലിയ സങ്കടം തോന്നിയിരുന്നില്ല. തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ അവസാനിച്ചിരുന്നു. പക്ഷേ ഇന്ന് എല്ലാം അവസാനിച്ചിരിക്കുന്നു. അഭയ്ക്കും ഹാമിദിന്റെ ആവേദന അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അവന്റെ മുന്നിൽ നിൽക്കുന്ന ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്ന മുദ്രാവാക്യം. പക്ഷേ അഭയ്ക്ക് അവരോട് അത്രമേൽ കനത്ത ദേഷ്യം തോന്നിയില്ല. അവരൊക്കെ സാധാരണ മനുഷ്യരാണ്. ഒരുപക്ഷെ മനസ്സിലേക്ക് ദുഷ്ടത്തരത്തിന്റെ വിത്തുകൾ കുത്തിവെക്കപ്പെട്ട സാധാരണ മനുഷ്യർ. അഭയ് തന്റെ മുന്നിൽ നിന്ന് ആ കുട്ടികളിൽ കണ്ടത് ഹാമിദിനെയായിരുന്നു. മുമ്പ് വരെ അവരോടൊക്കെ അഭയ്ക്ക് വലിയ ദേഷ്യം തോന്നിയിരുന്നു. അവരെയൊക്കെ കൊന്നുതള്ളണം എന്ന് തോന്നിയിരുന്നു. പക്ഷേ ഇന്നങ്ങനല്ല. അവർക്കെല്ലാം അവരുടെ പ്രിയപ്പെട്ട ആരെയൊക്കെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ വലിയ സങ്കടങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവരിങ്ങനെ തങ്ങൾക്കെതിരെ വന്നു നിൽക്കുന്നത്. അക്കാര്യം അഭയ്ക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അവർ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട പാവം ജനസമൂഹം മാത്രമാണ്. ശത്രുക്കൾ അതിനപ്പുറം എവിടെയോ മറഞ്ഞിരിക്കുന്നു. മറുവശത്ത് ജാഥയിൽ പോയിക്കൊണ്ടിരുന്ന റഹ്മത്ത് അവിടെ വെച്ചിരുന്നൊരു ഫ്ലക്സ് കണ്ടു. അതിൽ റഹ്മത്ത് അലിയുടെ ഫോട്ടോയുമുണ്ട്. അവൾക്ക് ആ ജാഥയിൽ പിന്നെ തുടരാൻ തോന്നിയില്ല. കാരണം റഹ്മത്തിന് രാഷ്ട്രീയം ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. തങ്ങൾ മുതലെടുക്കപ്പെടുകയാണ് എന്ന് അവൾക്ക് തോന്നി. പുറത്തിറങ്ങി പോവുകയായിരുന്ന ഹാമിദ് ആ സമയം അതുവഴി CRPFന്റെ ഒരു വണ്ടി വരുന്നത് കണ്ടു. അത് കണ്ടവനൊരു കയ്യിൽ കല്ലെടുത്തു. അപ്പോൾ അവന്റെ അബ്ബു പറഞ്ഞ കാര്യം അവന്റെ ഉള്ളിലേക്ക് ഓടിയെത്തി. ജീവനെടുക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമാണുള്ളത്. മറ്റാരെങ്കിലും അത് ചെയ്താൽ അത് വലിയ തെറ്റ് തന്നെയാണ്. അതോടെ കല്ല് താഴെയിട്ട് അവൻ അവിടെ നിന്ന് മടങ്ങിയോടി. പോകുന്ന വഴിയിൽ മുന്നിലൊരു മയ്യത്ത് വരുന്നത് അവൻ നോക്കിക്കണ്ടു. ആ സമയം അബ്ബു പറഞ്ഞ മറ്റൊരു കാര്യം അവൻ ഓർമ്മ വന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് മടങ്ങിയവരെ മറവ് ചെയ്യൽ നിർബന്ധമായ കാര്യമാണ്. എങ്കിൽ മാത്രമേ നമുക്കവരെ മറക്കാൻ സാധിക്കൂ. തന്റെ അബ്ബു ഇനിയൊരിക്കലും തിരിച്ചു വരില്ലെന്ന് അവൻ ഉറപ്പായി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവനൊരു കുഴി കുഴിച്ചു. അതിനുള്ളിൽ തന്റെ അബ്ബുവിന്റെ ഫോട്ടോയും രേഖകളും അബ്ബുവിന്റെ ഫോണും അവൻ മറവ് ചെയ്തു. ഹാമിദിനും അവന്റെ ഉമ്മയ്ക്കും തങ്ങളുടെ അബ്ബു ഇനി തിരികെ വരില്ല എന്ന കാര്യം പൂർണ്ണാർത്ഥത്തിൽ ബോധ്യപ്പെട്ടിരുന്നു. അവരാ വിധി അംഗീകരിച്ചു. പരസ്പരം അതിനെപ്പറ്റി സംസാരിച്ചപ്പോ ആ ഉമ്മ തന്റെ മകനെ ചേർത്തു പിടിച്ചു. രണ്ടുപേരും സത്യത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ ലോകത്ത് അവർക്ക് അവരല്ലാതെ മറ്റാരും തന്നെയില്ല. ഹാമിദ് എന്ന് തന്റെ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ അപ്പുവിന്റെ ബോട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്, നിങ്ങളത് കാണാൻ വരുമോ? ഉമ്മ സമ്മതിച്ചു. ഹാമിദ് തന്റെ ഉമ്മയെ ആ ബോട്ട് കാണിക്കാനായി കൊണ്ടുചെന്നു. അവിടെ ചെന്നപ്പോൾ അവനായി ഒരു പാഴ്സൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അവനത് പൊട്ടിച്ചു നോക്കി. അതിനകത്തുണ്ടായിരുന്നത് ചുവന്ന കളറിന്റെ 2 പെയിന്റ് ഡബ്ബകളായിരുന്നു. ആരാ ഇത് നിനക്ക് അയച്ചു തന്നത്? അവിടുണ്ടായിരുന്ന ആളുകൾ അവനോട് ചോദിച്ചു. അള്ളാഹു അയച്ചതാണ് എന്നായിരുന്നു അവന്റെ മറുപടി. മറുവശത്ത് അഭയ് ഹാമിദിന്റെ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ മറവ് ചെയ്യപ്പെട്ട ആ ഫോണിലേക്ക് കോളൊന്നും പോയതേയില്ല. അവരെല്ലാവരും പരസ്പരം അവരവരുടെ കടമകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. പിന്നീട് ഹാമിദ് താനുണ്ടാക്കിയ ബോട്ടിന് ചുവന്ന പെയിന്റ് അടിച്ചു. അതിന്റെ ഒരു വശത്ത് 786 കുറിച്ചു. ഉമ്മയെയും കൂട്ടി അവനതിൽ യാത്ര ചെയ്തു. അവർ മാത്രമുള്ള ഒരു ജീവിതവുമായി പൊരുത്തപ്പെട്ട് മുന്നോട്ട് ജീവിക്കാൻ അവർ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. അവരിൽ നിന്നും മറഞ്ഞുപോയിരുന്ന സന്തോഷങ്ങൾ പതിയവരിലേക്ക് തിരികെ എത്താൻ തുടങ്ങി. ഉമ്മയുടെ മുഖത്ത് ചെറുചിരിയുണ്ടായിരുന്നു. അതാകട്ടെ ഹാമിദിലേക്കും പതിയെ പടർന്നുകൊണ്ടിരിക്കുന്നു. ആ ദൃശ്യത്തിൽ ചലച്ചിത്രം അവസാനിക്കുന്നു. നിഷ്കളങ്കനായ ഒരു കുട്ടിയിലൂടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുവെച്ച് ചിന്തിപ്പിക്കുന്ന ഈ ഒരു ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.